ഹായ്, എല്ലാവർക്കും ബജ്രംഗ് ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ് കേട്ടോ. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് വാങ്ങിച്ചേക്കുന്നത്. നല്ല ഫ്രഷ് ഞണ്ടാണ് കിട്ടിയേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തക്കാളി, പിന്നെ വലിയ 2 സവോള, 3 പച്ചമുളക് വേണം. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും വേണം. അപ്പോൾ അതും എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റാനായിട്ടിടാം. 1 കിലോ ഞണ്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊന്ന് വഴറ്റാനിട്ടിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ട് അതിനകത്ത് മണ്ണൊക്കെ കാണും. അപ്പോൾ പൈപ്പൊക്കെ ഒന്ന് തുറന്ന് അത് വൃത്തിയാക്കുമ്പം അത് ആ പൈപ്പിനകത്തേക്ക് പിടിച്ച് നിർത്തിയിട്ട് വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ടത്. അല്ലെങ്കിൽ മണ്ണൊക്കെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഞാൻ വറ്റൽമുളകും കൂടെ ചേർത്താണ് ഇട്ടേക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ ഞണ്ടിന് ഒരു ചെറിയ മാംസത്തിന് മധുരം ഉണ്ടല്ലോ ഞണ്ടിന്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നല്ല എരിവ് വേണം. അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്ത് ഒരു സൈസിൽ ഉണ്ട ടൈപ്പ് പച്ചമുളക് കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പം 3-4 പച്ചമുളക് ഞാൻ അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ നന്നായിട്ട് മുളക് പൊടിയും ചേർക്കണം. പിന്നെ എന്നാലും നല്ല എരിവ് കിട്ടത്തുള്ളൂ. എരിവ് കിട്ടില്ലെങ്കിൽ ഈ ഞണ്ടിൻ്റെ കറിക്ക് ഭയങ്കര മധുരമായിരിക്കും ഞണ്ടിൻ്റെ മാംസത്തിന്. അപ്പോൾ അതിനകത്തേക്ക് ഈ എരിവെല്ലാം കൂടെ ഇറങ്ങി ചെല്ലണം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സവോളയും എല്ലാം ഇട്ട് വഴറ്റി കൊടുക്കാനിട്ടു. തക്കാളി ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. സവോള ഒന്ന് വഴഞ്ഞ് വന്നിട്ട് തക്കാളി ഇടാം. ഞാനിന്ന് ഞണ്ട് കറി ഉണ്ടാക്കുന്നത് വറുത്തരച്ചാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നത്. വറുത്തരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങായും പെരിഞ്ജീരകം ഞാൻ മസാലയ്ക്ക് ഇടുന്നത്. അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട്. വേറെ ഒരു മസാല ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഗ്രാമ്പൂ കറുവാപ്പട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും പെരിഞ്ജീരകമാണ് ഞണ്ട് കറി വെക്കുമ്പം ചേർക്കേണ്ടത്. എങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. ആ സവോളയുടെ കൂട്ടത്തിൽ നന്നായിട്ട് യോജിച്ച് വഴന്ന് വരണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് നമ്മുടെ തീയലിനൊക്കെ വറക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൽ ഒന്ന് മൂത്ത് വരണം തേങ്ങയെ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. വഴറ്റിയത് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് തക്കാളി അതിൻ്റെ കൂടെ ഒന്ന് യോജിക്കട്ടെ നന്നായിട്ട്. എന്നിട്ട് ആ തക്കാളിയും സവോളയും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അത് കരിയാതിരിക്കണം. അത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അടച്ചു വെച്ചേക്കുന്ന തക്കാളി ഇതും കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയേ. കുറച്ച് ഞണ്ട് വൃത്തിയാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഞണ്ടും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഒരാളുടെ സഹായത്തിനുണ്ടെങ്കിൽ എളുപ്പമാട്ടോ. ഇത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. മോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അവളെനിക്ക് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി ഞണ്ടുണ്ടായിരുന്നു, അതും കൂടി ഞാനങ്ങ് വൃത്തിയാക്കുവാണ്. കണ്ടോ, അതിനകത്ത് പൊന്ന് കണ്ടോ, നല്ല ഫ്രഷ് ഞണ്ടായിരുന്നു. ആ പൊന്നിൻ്റെ കളർ കണ്ടോ, നല്ല ഓറഞ്ച് കളറിലാണ് പൊന്ന് വന്നേക്കുന്നത്. അപ്പം നല്ല ഞണ്ടിൻ്റെ ഒരു ഇതാണ് ഓറഞ്ച് കളറിൽ ആ പൊന്ന് വരിക എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരി മുളകും നമ്മുടെ സാധാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ മുളകൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അത്യാവശ്യം എരിവുള്ള സാധനമാണ്. അപ്പം നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് തേങ്ങയുടെ കൂടെ ഇട്ട് മൂപ്പിക്കാം. ആ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് അത് മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തക്കാളി എല്ലാം വഴന്ന് സവോളയുടെ കൂടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഞണ്ടുണ്ടായിരുന്ന നന്നാക്കാനുള്ളതൂടെ ഞാൻ നന്നാക്കാൻ വേണ്ടി പോകട്ടോ. അത്രയും ഞണ്ടൂടെ ഉണ്ട് എനിക്ക് വൃത്തിയാക്കാനായിട്ട്. അപ്പം നമുക്കതൊന്ന് നന്നാക്കി ഇതാക്കാം. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും ഗരം മസാല, അതായത് നമ്മുടെ പെരിഞ്ജീരകവും മുളക് പൊടി മല്ലിപ്പൊടി മൂത്തതും എല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് പറഞ്ഞാൽ ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് തരിതരിയായിട്ട് അരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ അരപ്പിനൊരു തരിതരിപ്പ് വേണം, എങ്കിൽ ആ ഞണ്ട് കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി നമുക്ക് ഈ അരപ്പിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും അതിൻ്റെ കൂട്ടത്തിലൊന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ആ ഞണ്ടും ഇതും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം.
വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് ആവശ്യത്തിന് മതി കേട്ടോ. ഞാൻ അരച്ച ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒക്കെ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ശരിക്കും ഇളക്കണം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞണ്ട് വേകുന്നിടം വരെ ഒന്ന് ഓവർ ബോയിലൊന്നും ഞണ്ടൊന്ന് വേകാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഇത്രയും കുറുകി ഇങ്ങനെ ഇരുന്നാൽ മതി. നന്നായിട്ട് കുറുകിയിരുന്ന് നല്ല സെറ്റായിട്ട് വരും. നല്ല ടേസ്റ്റാണ്, നല്ല മണവും വരുന്നത് കേട്ടോ. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ കാണുന്ന